ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ ഡിവൈൻ മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആഴ്ചയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായ പാഠപഠനത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നതായ പാഠം 4ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് രാഷ്ട്രങ്ങൾ ഭാഗം 1 എന്നുള്ളതാണ്. വേദവാക്യങ്ങളായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ, 12-ാം അധ്യായത്തിന് 1 മുതൽ 9 വരെ, 1 ശമൂവേൽ 8-ാം അധ്യായത്തിന് 4 മുതൽ 18 വരെ, മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെ, വെളിപ്പാട് പ്രവചന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗവും, ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. മനപ്പാഠ വാക്യമേ നമുക്ക് നൽകിയിരിക്കുന്നത് ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാതെ നിത്യ ആധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, നല്ല സമയത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. അടിയങ്ങൾക്ക് ഇന്ന് നൽകിയിരിക്കുന്ന പാഠത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. രാഷ്ട്രങ്ങൾ ഭാഗം എന്നുള്ള പാഠം പഠിക്കുമ്പോൾ പിതാവെ, അതിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനായിട്ട് അടിയങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരിലും പിതാവിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവെ, ഈ കോട്ടറുടനീളം അടിയങ്ങൾ എങ്ങനെ പ്രവചനം പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ഒരു ആമുഖം എന്ന രീതിയിൽ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില സൂചനകൾ, ചില പ്രതീകങ്ങൾ, ചില സാദൃശ്യങ്ങളൊക്കെയും കർത്താവ് കാണിച്ചു തരികയാണ്. പ്രവചനത്തിലുള്ളതായ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു, പിതാവേ, ആമേൻ. പരാജയപ്പെട്ടതായ ഒരു ലോകം, ആ ലോകത്തിന് പരിപൂർണമായിട്ടുള്ളതായ ഒരു പരിഹാരം ദൈവം കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പരാജയപ്പെട്ടതായ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ, വെളിപ്പാട് പ്രവചന പുസ്തകത്തിൽ ദൈവം അതിന് നൽകുന്നതായ വലിയ പരിഹാരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ ആശ്രയിക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒക്കെയും പരാജയപ്പെട്ടു പോയതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒരു വഞ്ചന അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിലും ആ വഞ്ചനയ്ക്ക് വിധേയപ്പെട്ടതായ മനുഷ്യൻ പരാജയപ്പെട്ട മനുഷ്യനാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ പരാജയപ്പെട്ട മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കിയതായ ഈ മനുഷ്യൻ പല ആവർത്തി തിരിച്ചു പ്രവേശിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും സാധിച്ചില്ല. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടായിരിക്കാം ആ മനുഷ്യൻ അതിന് ശ്രമിച്ചിട്ടും സാധിക്കാത്തതെന്ന്. ഒരുപക്ഷെ മനുഷ്യന് വ്യക്തമായിട്ടുള്ളതായ, പുറത്താക്കപ്പെട്ടതായ മനുഷ്യന് വ്യക്തമായിട്ടുള്ളതായ പശ്ചാത്താപം ഉണ്ടായി കാണും. അതിനു വേണ്ടുന്ന പരിഹാരമായി യാഗങ്ങൾ ആ ഏദൻ തോട്ടത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ദൈവത്തോട് സമർപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും ദൈവം തിരിച്ചു പ്രവേശിക്കുവാനൊരു സാഹചര്യം അപ്പോൾ അവർക്ക് നൽകിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. മനുഷ്യൻ പരാജയപ്പെട്ടതിൻ്റെ കാരണം എല്ലാ സൃഷ്ടികളും കൂടാതെ ഒരു 2 വൃക്ഷം സൃഷ്ടിക്കുകയുണ്ടായി. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും അതുപോലെ തന്നെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും. മനുഷ്യൻ തിരഞ്ഞെടുപ്പ്, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ പരാജയപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു, പുറത്താക്കപ്പെട്ടു. ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും കൈനീട്ടി പറിച്ചത് തിന്നാതിരിക്കേണ്ടതിന് വേണ്ടി പിന്നീട് ഒരിക്കലും ദൈവം എന്ത് ചെയ്തില്ല? അവരെ തിരിച്ചതിലേക്ക് പ്രവേശിക്കുവാൻ ആ കാലഘട്ടത്തിൽ സമ്മതിച്ചില്ല. കാരണം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം ഒരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ പരിഹാരമാണ് വെളിപ്പാട് പ്രവചന പുസ്തകത്തിൽ ദൈവം മനോഹരമായി പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിൻ്റെ അവസാനത്തെങ്കിൽ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ, സ്ഥാപിക്കപ്പെടുന്ന രാജ്യത്തിൽ ദൈവം ഏദൻ തോട്ടത്തെ പുനഃസ്ഥാപിക്കുന്നു.
പുനഃസ്ഥാപിക്കുന്ന ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം, അതിൽ നിന്നും പഴങ്ങൾ പറിച്ചു തിന്നുവാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും പറിച്ചു തിന്നുവാൻ, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ മനുഷ്യൻ അവകാശമുള്ളവരായി മാറും. അങ്ങനെ നിത്യതയ്ക്ക് അവകാശികളായി മാറും. അതുവരെയും മനുഷ്യൻ ആ പഴം പറിച്ചു തിന്നരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ടാണ് പുറത്താക്കപ്പെട്ടതായ മനുഷ്യൻ ഏദൻ തോട്ടത്തിൻ്റെ ചുറ്റുപാടും കറങ്ങി നടന്ന് പല ആവർത്തി ദൈവത്തോട് വളരെ പശ്ചാത്താപത്തോടെ അപേക്ഷിക്കുകയും വളരെ മാനസാന്തരമുള്ള മനസ്സോടെ ഇടപെടുകയും യാഗങ്ങൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ യാഗങ്ങൾ അർപ്പിക്കുകയും ഒക്കെയും ചെയ്തിട്ടും ദൈവം അവർക്കത് അതിലേക്ക് പ്രവേശിക്കുവാൻ അവസരം നൽകിയില്ല. കാരണം ദൈവം അതിനുള്ള അവസരം നൽകിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അവസാനത്തിലാണ് എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യൻ പല ആവർത്തി ശ്രമിച്ചു പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയും മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുകയും ആ മത്സരം കൊണ്ട് മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെടുന്നതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ഇന്നും വലിയ വലിയ ആദർശങ്ങൾ മുറുകെ പിടിക്കുന്നതായ മനുഷ്യൻ പരാജയപ്പെടുന്ന ചരിത്രങ്ങളാണ്, പരാജയപ്പെടുന്നതായ ഒരു കാഴ്ചയാണ് നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവത്തെ എത്ര വെല്ലുവിളിച്ചാലും, ദൈവത്തോട് എത്ര മത്സരിച്ചാലും, അവൻ എന്തൊക്കെ നേടിയാലും ഒരു പരാജയം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കോണം സാധിക്കും. ഞാൻ പരാജയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് നിങ്ങളെ പരിഭ്രാന്തരാക്കുവാനോ പരിഭവപ്പെടുത്തുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരും പരിഭവപ്പെടേണ്ട. പരാജയം എനിക്കറിയാം ഒരു നെഗറ്റീവായിട്ടുള്ളതായ ഒരു കാര്യമാണ് എന്നുള്ളതറിയാം. പക്ഷേ ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. എത്ര ആദർശങ്ങൾ മുറിയെ പിടിച്ചാലും പലപ്പോഴും ആ ആദർശങ്ങളിലുള്ളതായ മനുഷ്യർ വീണു പോകുന്നതായിട്ട്, പാപത്തിലേക്ക് ആണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവത്തിൻ്റെ പരിഹാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പരിഹാരം മനസ്സിലാക്കുവാൻ വേണ്ടി ഉൽപ്പത്തി മുതലുള്ളതായ ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ, ഏദൻ തോട്ടത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കാത്തതായ മനുഷ്യനാൽ കണ്ട പരിഹാരം എന്താണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നത്. അതാണ് ഞായറാഴ്ചത്തെ ഭാഗത്ത് നമ്മളോട് പറയുന്ന കാര്യം. ഞായറാഴ്ചത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: നിമ്രോദും നിനവേയും എന്നുള്ളതായ ഭാഗമാണ്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ വിഷയങ്ങളാണ് നിമ്രോദും നിനവേയും എന്നുള്ളതായ വിഷയങ്ങൾ. നിങ്ങൾക്കറിയാമോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കുറേ നാളുകൾ അവർ ഏദൻ തോട്ടത്തിൽ തിരിച്ചു പ്രവേശിക്കുവാൻ ശ്രമിച്ചിട്ട് അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവർ ചിന്തിച്ചു, അങ്ങനെയെങ്കിൽ ഞങ്ങൾ സ്വയമായി എന്ത് ചെയ്യും? രാഷ്ട്രങ്ങൾ പടുത്തുയർത്തും, സ്വയമായി ഞങ്ങൾ രാജ്യങ്ങൾ പടുത്തുയർത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബാബേൽ ഗോപുരം പണിയുവാൻ തക്കവണ്ണം ആരംഭിച്ചു. പക്ഷെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ആ ഗോപുരത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ അവർ പരാജയപ്പെട്ടു പിന്മാറിപ്പോയതായിട്ട്. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ ഇടയിലെ ഐക്യത നഷ്ടപ്പെടുവാൻ വേണ്ടി ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. അതുകൊണ്ട് പരസ്പരമുള്ളതായ ആശയവിനിമയം നടത്തുന്നതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ ആ പണി, പുരോഗമിച്ചുകൊണ്ടിരുന്ന പണി പൂർത്തിയാക്കാൻ കഴിയാതെ അവിടുന്ന് പോയി. വീണ്ടും ജനം പലയിടങ്ങളിൽ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുവാൻ തുടങ്ങി. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഭാഷകൾ, രാജ്യങ്ങൾ, അല്ലേ, ജാതികൾ ഒക്കെയും എന്ത് ചെയ്യുന്നു? ആ അടിസ്ഥാനത്തിൽ കൂട്ടമായി സംഘടിതമായി രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യമാണ്. നിമ്രോദിനെ സംബന്ധിച്ച് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: ദൈവസന്നിധിയിൽ അവൻ നായാട്ടു വീരനായിട്ട് കണ്ടു. അതവന് വലിയ അഭിനന്ദിക്കുവാനുള്ളതായ ഒരു കാര്യമല്ല. ഒരുപക്ഷെ അവിശ്വാസികളുടെ ഇടയിൽ അവന് ഒരു വലിയ ഹീറോയുടെ, ഒരു വീരൻ്റെ ഒരു പരിവേഷമൊക്കെ ലഭിച്ചുവെങ്കിലും ദൈവസന്നിധിയിൽ അവൻ എപ്പോഴും ദൈവത്തോട് മത്സരിക്കുന്നവനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ ദൈവത്തോട് മത്സരിച്ചു പോയതായ ജനം പിന്നീട് ബാബേൽ സംസ്കാരങ്ങൾ,
അസീരിയ സംസ്കാരങ്ങൾ, മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളൊക്കെയായി മാറി രാഷ്ട്രങ്ങളും രാജ്യങ്ങളും അതുപോലെ തന്നെ സാമ്രാജ്യങ്ങളും ഒക്കെയുമായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനമാണ് ദൈവത്തിന് എതിരെ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായി നമ്മൾ പ്രവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും തുടങ്ങുന്നതായ ഈ സംഭവങ്ങളിൽ നിന്നും വീണ്ടും രാജ്യങ്ങളും രാഷ്ട്രങ്ങളും കെട്ടിപ്പടുക്കുന്നത് അത് ആദ്യമായി ദൈവത്തോടുള്ളതായ മനുഷ്യൻ്റെ മത്സരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയതയും രാഷ്ട്രങ്ങളും ഒരിക്കലും ഒന്നിച്ചു പോകുകയില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പാഠം തുടർന്ന് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. എങ്ങനെയാണ്? ദേശങ്ങൾ, ഭാഷകൾ, കുടുംബങ്ങൾ, രാഷ്ട്രങ്ങൾ, നിറം, അല്ലേ, ഒക്കെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. നമുക്കറിയാം, വെളിപ്പാട് പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കലൊരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ, വംശങ്ങളുടെ അടിസ്ഥാനത്തിൽ, രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒക്കെയും ഓരോ സംഘടിതമായി മാറപ്പെട്ടതായ എല്ലാവരെയും ദൈവം ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചെതറിപ്പോയതായ മനുഷ്യനെ ദൈവം വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അബ്രഹാമിനെ അവരുടെ ഇടയിൽ നിന്നും വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, അബ്രഹാമിനെ വിളിക്കുന്നത് ഇതുപോലെയുള്ളതായ ജാതീയ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്ന ബാബിലോണിയ, അസീരിയ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നതായ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിന് ഒട്ടും ഹിതകരമല്ലാത്ത അല്ലെങ്കിൽ തൃപ്തമല്ലാത്തതായ വിഗ്രഹാരാധനയുള്ളതായ മനുഷ്യരുടെ ഇടയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പിതാവിൻ്റെ മകനായ അബ്രഹാമിനെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കി മാറ്റുവാൻ തക്കവണ്ണം പോവുകയാണ്, ഒരു ജനതയാക്കി മാറ്റാൻ പോവുകയാണ്, ഞാനൊരു നേഷനാക്കാൻ പോവുകയാണ്. നീ കടലിലെ മണത്തരികൾ പോലെ നിന്നിൽ നിന്നും ഒരു ജാതി, എണ്ണിക്കൂടാൻ പറ്റാത്ത ഒരു ജനത നിന്നിൽ നിന്നും ഉണ്ടാകും എന്ന് പറയുകയാണ്. എന്തിനാണ് ദൈവം അബ്രഹാമിനെ ഇങ്ങനെ വേർതിരിച്ച് വിളിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജനം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്: ഈ ജനത്തെ ഒരു ശ്രേഷ്ഠ ജാതിയായി ദൈവം കാണും, ജ്ഞാനവും വിവേകവും ഉള്ളതായ ഒരു ജനമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിവുള്ളതായ മനുഷ്യരായിട്ട് ദൈവം അവരെ വേർതിരിക്കുവാൻ വേണ്ടിയാണ് അബ്രഹാമിൽ നിന്നും ഒരു ജാതിയെ സൃഷ്ടിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ജ്ഞാനം, വേദപുസ്തകം പറയുന്ന യഹോഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ളതായ ഒരു ജനം. അതുപോലെ തന്നെ ശ്രേഷ്ഠ ജനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ കൊള്ളാം, അവൻ നല്ല ജനം, അവൻ നല്ലവനാണ്, അവൻ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു വ്യത്യസ്തതയുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു വ്യത്യസ്തതയുണ്ട്, അവൻ ദൈവത്തെ അനുസരിക്കുന്നതിൽ ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പം അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അവൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ അവനെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഒരു ശ്രേഷ്ഠ ജനമാക്കി മാറ്റുവാൻ വേണ്ടി, ഒരു വ്യത്യസ്തമുള്ളതായ, ഒരു വേർപാടിൻ്റെ അനുഭവമുള്ളതായ ജനമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അതിൽ നിന്നൊരു ജാതിയെ ദൈവം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്. സർവോപരി ദൈവം തൻ്റെ രാജ്യം സൃഷ്ടിക്കുന്നത് താൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ദൈവം രാജാവായി ഇരുന്നു കൊണ്ട് പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും മധ്യസ്ഥതയിൽ തനിക്ക് ഭരിക്കുവാൻ ഒരു നല്ല ജനം, ശ്രേഷ്ഠ ജ്ഞാനമുള്ള വിവേകമുള്ള ഒരു ജനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചൊവ്വാഴ്ചത്തിലെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ യാചിച്ചത് നൽകട്ടെ എന്ന് പറയുന്ന ഭാഗത്തിൽ നിർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചോദിക്കും, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഭൂമിയെങ്കിൽ, മനുഷ്യനെങ്കിൽ എന്തിനാണ് ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്നുള്ളതാണ്. അത് ആ ചോദ്യം ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങും. മനുഷ്യൻ പാപം ചെയ്യല്ലേ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തിനാണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവിടെ വെച്ചതിന് ശേഷം അതിൽ നിന്നും തിന്നരുത് എന്ന് പറഞ്ഞുള്ള ചോദ്യത്തിലാണ് മനുഷ്യൻ ആരംഭിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ദൈവം ഈ ലോകത്തിൽ അനുവദിച്ചു, അതൊക്കെയും തെറ്റാണ്. പിന്നെയൊക്കെ എന്തിനാണ് ദൈവം അനുവദിക്കുന്നത് എന്ന ചോദ്യമാണ് മനുഷ്യനുണ്ടാകുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ യാചിച്ചത് നൽകി. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അനേക രാഷ്ട്രങ്ങളുണ്ടായി. അതിൽ നിന്നും ദൈവം ഒരു രാജ്യവും ഒരു ജനവുമായി മാറ്റുവാൻ അബ്രഹാമിനെ വേർതിരിച്ചെടുത്തു. അതിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവം ഒരു വേറിട്ട ജനത്തെ ദൈവം കാണുന്നു. അവർക്ക് നിയമങ്ങൾ കൊടുക്കുന്നു, അവർ പാലിക്കേണ്ടതായ നിയമങ്ങൾ, അല്ലേ? അവർ സാൻമാർഗീയതയോടെ ജീവിക്കുവാൻ വേണ്ടുന്നതായ നിയമങ്ങൾ, അവർക്ക് ആരാധിക്കുവാൻ വേണ്ടുന്ന ദിവസം, ആരാധിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഒക്കെയും ദൈവം നൽകുന്നതായിട്ട് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ എന്താണ് ആഗ്രഹിച്ചത്? എല്ലാ രാഷ്ട്രങ്ങളും, അവർ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെയൊക്കെ നോക്കി അവർക്ക് പ്രൗഢിയോടെ നിലനിൽക്കുന്നൊരു രാജാവുണ്ട്. അവരുടെ ആഡംബരത്തിൻ്റെ പ്രതീകമായിട്ട് അവർക്കൊരു രാജാവുണ്ട്, അല്ലേ? വളരെ വേഷഭൂഷാദികളോടെ, ആഭരണങ്ങളോടി, വളരെ ധനം ചെലവഴിച്ചുകൊണ്ട്, വളരെ എക്സ്പെൻസീവായിട്ടുള്ളതായ വലിയ കെട്ടിടങ്ങളിൽ, കോട്ടകളിലൊക്കെ താമസിക്കുന്ന രാജാവിനെ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ, ബാബിലോൺ, അസീരിയ, അങ്ങനെ ചുറ്റുമുള്ളതായ രാജ്യങ്ങളിൽ കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് ജനം അവരോട് മുറവിളി കൂട്ടി. അതാണ് 1 സാമുവേൽ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം. മുറവിളി കൂട്ടുകയാണ്. ദൈവത്തോട് വളരെ കൊച്ചു കുട്ടികളെ പോലെ വളരെ വാശിയോടെ, നിർബന്ധത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവർക്കും ഇതുപോലെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു രാജാവിനെ വേണം എന്ന് പറയുകയാണ്. ദൈവം അവർക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു രാജാവിനെ കൊടുക്കുകയാണ്. പക്ഷെ ഒരു വലിയ പ്രശ്നം അവിടെ സംഭവിക്കുന്നുണ്ട്. ദൈവം അവരോട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു രാജാവിനെ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ദൈവം അവരുടെ രാജാവായി ഇരിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനാണ് ദൈവം ഈ ജനത്തെ തിരഞ്ഞെടുത്തത്. പക്ഷെ ജനം എന്താണ് ആഗ്രഹിച്ചത്? അവർക്ക് ഈ ആഡംബരം കാണിക്കുവാൻ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നതായ മറ്റുള്ളവരുടെ മുൻപിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടുന്നതായ ഒരു മനുഷ്യനായിട്ടുള്ളതായ ഒരു രാജാവിനെ അവർ ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അവരോട് ഇത് നൽകുന്നു. ദൈവം അവർ യാചിച്ചത് ദൈവം നൽകുകയാണ്. അവർക്കൊരു രാജാവിനെ നൽകുവാൻ തക്കോണം ശമൂവേലിനോട് പറയുകയാണ്. അങ്ങനെ ശൗൽ രാജാവിനെ അവർക്ക് നൽകുന്നു. പക്ഷെ ദൈവം വളരെ വ്യക്തമായിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, സൂചനകൾ നൽകുന്നുണ്ട്. എന്താണ് അവർക്ക് നൽകുന്ന സൂചന? അതാണ് ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അവിടെയും ഒരുപാട് രാഷ്ട്രങ്ങളുടെ വളർച്ചയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയും നമ്മൾ പഠിക്കുന്നുണ്ട്. രാഷ്ട്രങ്ങളെക്കുറിച്ചൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നുള്ളതായ രാഷ്ട്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും വെളിപ്പാട് പ്രവചന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിലൊക്കെയും സൂചനകളാണ് നൽകുന്നത്. ഇവിടെയും ദൈവം അവരുടെ രാഷ്ട്രത്തിന് രാജാവായിരുന്ന ദൈവം അവരാവശ്യപ്പെട്ടതുപോലെ ഒരു മനുഷ്യനായിട്ടുള്ള രാജാവിനെ നൽകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ളതായ സൂചന വളരെ വ്യക്തമായി നൽകുന്നുണ്ട്. എന്താണ് കാരണം? ഏറ്റവും പ്രധാനമായി മനുഷ്യൻ പരിപൂർണനല്ല. ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ദൈവം രാജാവായിരുന്നു കൊണ്ട് അവരെ നയിക്കുമ്പോൾ പൂർണ്ണമായിട്ടുമാണ് അവരെ എന്ത് ചെയ്യുന്നത്? നയിക്കുന്നത്. ഞാൻ പറയാം, മനുഷ്യൻ, നമ്മൾ സ്വാഭാവികമായി പറയുന്ന കാര്യമാണ്, മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാത്തിലും അതിലെന്താണ്? നേട്ടങ്ങളുമുണ്ട്, കോട്ടങ്ങളുമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തിന് ഒരു കോട്ടങ്ങളേ ഇല്ല, നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഭരണം പരിപൂർണമല്ല, അത് അപൂർണമാണ് എന്ന് കാണിക്കുന്നത് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്. അതല്ലേ നമ്മുടെ രാജാക്കന്മാരുടെ ചരിത്രം ഓരോന്നും പരിശോധിക്കുമ്പോഴും അവിടെ അവർക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവർ എന്ത് ചെയ്യുന്നു? അവരുടെ കാലഘട്ടത്തിൽ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ചില നേട്ടങ്ങളും ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പറയുകയാണ്, മനുഷ്യൻ്റെ ഭരണത്തിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ആലയം നശിപ്പിക്കപ്പെടും, നിങ്ങൾ അടിമത്വത്തിലേക്ക് പോകും, നിങ്ങൾ ആക്രമിക്കപ്പെടും, നിങ്ങൾ എന്താണ് ദാരിദ്ര്യത്തിലേക്ക് പോകും. ഇതൊക്കെയും രാജാവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. മനുഷ്യനാണ് എന്ന് ഓർക്കണം. നിസ്സാരമായി ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യന്മാരുടെ നേതൃത്വത്തിലുള്ളതായ
പല നേതൃത്വങ്ങളെയും അല്ലെങ്കിൽ പല സംഘടനകളെയും തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ രാജ്യങ്ങളെ തന്നെ എടുത്തു നോക്കിയാൽ, ഓരോ വ്യക്തികൾക്കും അഭിരുചിയുള്ളതായ താല്പര്യമുള്ളതായ കാര്യങ്ങൾക്കനുസരിച്ചാണ് അവരുടെ ഭരണകാലഘട്ടം പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചിന്തിക്കുക, ഒരുപക്ഷെ ഒരു മനുഷ്യന് ചില നിർമ്മിതികളിലാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിർമ്മിതികൾ കൂടുതലായി ചെയ്യും, അല്ലേ? ബിൽഡിങ്ങുകൾ പണിയുകയും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ കൂടുതലായി ചെയ്യും. ഇനി ടെക്നോളജിയിലാണ് ഒരു മനുഷ്യന് കൂടുതൽ താല്പര്യമെങ്കിലും പ്രാവീണ്യമെങ്കിൽ ആ കാര്യങ്ങളിൽ എന്ത് ചെയ്യും? അദ്ദേഹം തലവനായിരിക്കുന്നതായ ആ സംഘടനയ്ക്കോ അല്ലെങ്കിൽ രാജ്യത്തിനോ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്യും. മറ്റു കാര്യങ്ങൾ ചെയ്യില്ല എന്നല്ല, മറ്റു കാര്യങ്ങളും ചെയ്യും. അപ്പം ഈ പറയപ്പെടുന്നതായ രാഷ്ട്രങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മനുഷ്യനാണെങ്കിൽ അങ്ങനെ മനുഷ്യഹിതത്തിന് അനുസരിച്ച്, മനുഷ്യ ഇച്ഛയ്ക്ക് അനുസരിച്ച്, മനുഷ്യ താല്പര്യത്തിനനുസരിച്ച് ഈ നിയന്ത്രിക്കപ്പെടുമ്പോൾ അതിന് വലിയ പരിണിത ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് ദൈവം അവർക്ക് വേണ്ടുന്നതായ മുന്നറിയിപ്പ് വ്യക്തമായിട്ട് നൽകിയിരുന്നു. അതുമൂലം അവർക്കെന്താണ്, പല പ്രതികൂല സാഹചര്യങ്ങളും ഇസ്രായേൽ ജനത്തിനുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചത് ദൈവം, അല്ലെങ്കിൽ അവരപേക്ഷിച്ചത് ദൈവം നൽകി. അതിൻ്റെ പരിണിത ഫലം അവരനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒന്ന് നോക്കുക, ഇസ്രായേൽ ജനത്തിൽ രാജാവിൻ്റെ ഭരണം വന്നതിന് ശേഷം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവരുടെ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങൾ, അവരുടെ ഗോത്രങ്ങളൊക്കെയും വിഭജിക്കപ്പെട്ടു. അതിൽ കുറേ ഗോത്രങ്ങൾ, അല്ലേ, 2 കിങ്ഡമായി തിരിച്ചു. കുറേ ഒരു കിങ്ഡം തന്നെ, ഒരു രാജ്യം തന്നെ, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരടിമത്തത്തിലേക്ക് പോയി, അവരുടെ ദേവാലയം നശിക്കപ്പെട്ടു, അവർ പലപ്പോഴും ആക്രമിക്കപ്പെട്ടു, അവർ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി. ഇതൊക്കെയും ആ തരത്തിലാണ് എന്ന് കാണാൻ കഴിയും. ഇനി ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ശൗൽ രാജാവ്, ദാവീദ് രാജാവ്, അതുപോലെ തന്നെ ശലോമോൻ രാജാവ്, അങ്ങനെ പറയപ്പെടുന്ന എല്ലാ രാജാക്കന്മാർക്കും അവരുടെ ആദർശങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും അവർ വീണു പോകുന്നതായ സാഹചര്യങ്ങൾ, പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ജനത്തെ കൂടി ബാധിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ദാവീദ്, അല്ലേ, അവന് അന്യൻ്റെ ഭാര്യയെ മോഹിച്ചു. ശലോമോൻ എന്താണ് ചെയ്തത്? പല രാജ്യക്കാരുമായി സന്ധിയിൽ ഏർപ്പെടുകയും ആ രാജ്യത്തിലെ രാജ്ഞികളുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സംസ്കാരങ്ങൾ ഇവരുമായി കൂട്ടിയിണക്കുകയും അവിടുത്തെ വിഗ്രഹാരാധനകൾ ഇവിടെ കൊണ്ടുവരികയും ഒക്കെയും ചെയ്തപ്പോൾ അത് ജനത്തെ സാരമായി ബാധിക്കുകയും അത് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം അത്ര വലിയൊരു സൂചന നൽകിയത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രവും അതുപോലെ തന്നെ സഭയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. സഭയ്ക്ക് സർവശക്തനായ ദൈവം തന്നെയായിരിക്കണം എപ്പോഴും അധികാരി. രാഷ്ട്ര അധികാരികൾ സഭയെ നിയന്ത്രിച്ചാൽ സഭയ്ക്ക് വലിയ പ്രതികൂലമുണ്ടാകും, ജനത്തിന് വലിയ നാശമുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കാലാകാലങ്ങളായി നമുക്ക് ലഭിക്കുന്ന സൂചനകളാണ്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവചനം പഠിക്കേണ്ടത്. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പ്രവചനവും എന്നുള്ളതാണ്. അടുത്ത പറയപ്പെടുന്നത് ജാതികളുടെ ഭരണാധികാരികൾ എന്നുള്ളതാണ്. ജാതികളുടെ ഭരണാധികാരികൾ എന്നുള്ള ഭാഗമാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിലൊക്കെയും കടന്നു വന്നതിന് ശേഷം നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, ആരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ദൈവത്തിൻ്റെ ജനം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള രാഷ്ട്രങ്ങളെക്കുറിച്ച് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതായത് ബാബിലോൺ സാമ്രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് ഏത് സാമ്രാജ്യമാണ് അടുത്ത് വരുന്നത് എന്നുള്ളതിനെയും അതിനെ നശിപ്പിച്ചുകൊണ്ട് വരുന്ന സാമ്രാജ്യത്തെക്കുറിച്ചും അതിനെ നശിപ്പിച്ചുകൊണ്ട് വരുന്ന സാമ്രാജ്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദാനിയേൽ 7-ാം അധ്യായമൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കും. ദാനിയേൽ 2-ാം അധ്യായം ദാനിയേൽ പഠിക്കുമ്പോൾ അവിടെ ബിംബത്തെക്കുറിച്ചുള്ളതായ ആ ഒരു പ്രവചനത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ രാഷ്ട്രങ്ങൾ കടന്നു വന്ന്
പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിന് കാലഘട്ടത്തിന് ശേഷം ശിഷ്യന്മാരാൽ സുവിശേഷം പലയിടത്തും എത്തി. ക്രിസ്ത്യാനികൾ അനേകം സഭയെ സംഘടിതമായി, ക്രിസ്ത്യാനികൾ ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നവർ അനേകരായി വന്നു. പക്ഷേ AD 320 ഒക്കെ കാലഘട്ടമായപ്പോൾ സഭയ്ക്ക് ഒരു നേതൃത്വം വരികയാണ്. എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ഒരു രാജാവ് അധിപനാകുന്നതായിട്ട് കാണാൻ കുസ്തങ്കോനോസ് ചക്രവർത്തിയുടെ കാലത്തിൽ. പക്ഷെ അത് വലിയൊരു ദോഷമുണ്ടായി എന്ന് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കുസ്തങ്കോനോസ് അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. എന്താണ് സന്തോഷിച്ചത്? ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾ തീർന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ പലപ്പോഴും അവർ സന്തോഷിക്കുകയുണ്ടായി. പക്ഷെ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അത് പെരുകുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിനൊരു മാറ്റവും സംഭവിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതിലുപരിയായി ദൈവകൽപ്പന അല്ലെങ്കിൽ ദൈവകൽപ്പനയോടുള്ള അവഹേളന വളരെ വ്യാപകമായി ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. രാഷ്ട്രവും സഭയും ഒന്നിച്ചു പോകുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്പം ഈ പറയപ്പെടുന്ന സഭയിലേക്ക് കടന്നു വരുന്നതായ ഈ ആരാധന രീതികളിലുള്ളതായ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് ഈ ജാതികളുടെ ഭരണാധികാരികൾ സഭയെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം തുടങ്ങുമ്പോൾ അത് വലിയ പരിണത ഫലമായിട്ട്, വിപരീത ഫലമായിട്ട് അതിൽ വ്യാപിക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കും. ഈ ജാതികളുടെ ഭരണാധികാരികളെ കുറിച്ച് ആ ഭാഗത്ത് നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് ബുധനാഴ്ചത്തെ ഭാഗത്ത് പറയുന്നതായ മറ്റൊരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ശനിയാഴ്ച ആരാധന ദിവസം എന്ന് പറയുന്നത് വേദപുസ്തകം പറയുന്നതായ ഒരു ദിവസമാണ്. അനേകര് ഈ സത്യം വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞായറാഴ്ച ആരാധിക്കാനുള്ള സാഹചര്യമാണ് അവർക്കുള്ളത്. ഇനി അവധിയുള്ളതായ ദിവസം ഏതാണോ അത് നോക്കി ആരാധിക്കുവാനുള്ളതായ മനസ്സാണ് മനുഷ്യർക്കുള്ളത്. പക്ഷെ ദൈവം പറയുന്നത് അങ്ങനെയല്ല. ഞാൻ നൽകിയതായ ദിവസത്തിൽ, അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകിയ ദിവസത്തിൽ ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് അനുസരണ എന്നുള്ളത്. അതുപോലെ തന്നെ ശ്രേഷ്ഠ ജനമായി മറ്റുള്ളവരുടെ മുൻപിൽ വിളങ്ങേണ്ടതിന് ആ അനുസരണമാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ശനിയാഴ്ച അവധി നൽകുന്നതായ ഒരു രാഷ്ട്രം ഉണ്ടായാൽ ആ രാഷ്ട്രത്തിൽ പോയി താമസിച്ച് ആ രാഷ്ട്ര ഭരണ അധികാരികളുടെ കീഴിൽ എന്ത് ചെയ്യണം? അവിടെ പെർമനൻ്റ് ആയിട്ട് ഞാൻ പോയി താമസിച്ച് അങ്ങനെ വരുമ്പം ശനിയാഴ്ച അവധിയാണല്ലോ, എനിക്ക് ഉറപ്പായിട്ടും ശനിയാഴ്ച ആരാധന നടത്താം, അല്ലെങ്കിൽ ശനിയാഴ്ച ആരാധനയ്ക്ക് പോകാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ആ ചിന്തയിൽ ഒരു അപൂർണതയുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ തലവൻ, രാഷ്ട്രത്തിൽ ഒരുപക്ഷെ ശനിയാഴ്ചയാണ് അവധി ദിവസമെങ്കിൽ രാഷ്ട്രത്തിൻ്റെ തലവൻ്റെ ചിന്താഗതിയും ആദർശങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. നാളെ ഒരു ദിവസം ആ ദിവസത്തെ അവധി അവർക്ക് വീണ്ടും എല്ലാ രാജ്യക്കാരും ഞായറാഴ്ചയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ചയിലേക്ക് മാറ്റാം. അപ്പം അതൊരു ശാശ്വതമായ അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ളതായ പരിഹാരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇതുപോലെയാണ് ഈ രാഷ്ട്ര തലവന്മാർ സഭയെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പ്രവചനം ആ വലിയ പ്രശ്നത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവചനം വലിയ താക്കീത്, സൂചന നൽകുന്നത് രാഷ്ട്രതലവനായിരിക്കുന്നവർ സഭാ അധ്യക്ഷന്മാരായാൽ ആ സഭ ശരിയായ അല്ലെങ്കിൽ ദൈവവചന അനുസൃതമായിട്ടുള്ളതായ സഭ ആയിരിക്കില്ല. കാരണം നിയമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് വെക്കുവാൻ തക്കവണ്ണം സാധിക്കും. പക്ഷെ വേദപുസ്തകം പറയുന്നൊരു സത്യമാണ്, സഭയ്ക്ക് രാഷ്ട്രവുമായി ഒരു ബന്ധവുമില്ല. എങ്ങനെ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നൊരു സത്യമാണ്. കാലാകാലങ്ങളായി രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ തന്നെ, രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ തന്നെ
സംഘടനകൾ ഉണ്ടായപ്പോൾ മുതൽ തന്നെ ജാതിയുടെയും വംശത്തിൻ്റെയും ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനം സംഘടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ദൈവം നൽകുന്നൊരു സൂചനയുണ്ട്. ആത്മീയതയും അല്ലെങ്കിൽ റിലീജിയസും സഭയും രാജ്യവും ഒരുമിച്ച് പോകുകയില്ല. ക്രിസ്തു പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ കരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു ചോദ്യം ക്രിസ്തുവിനോട് പരീക്ഷിച്ച് ചോദിക്കുവാൻ പരീക്ഷന്മാർ കടന്നു വന്നപ്പോൾ ക്രിസ്തു നൽകുന്ന മറുപടി പ്രകാരമുണ്ട്. എന്താണ്? കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. ആ തരത്തിലായിരിക്കണം സഭ അല്ലെങ്കിൽ ദൈവജനം എന്ന് വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ജാതികൾക്കൊരു വെളിച്ചം എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ദൈവം ഒരു രാഷ്ട്രം സ്ഥാപിക്കുവാൻ ഒരുങ്ങുകയാണ്. അതിനാണല്ലോ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ആ പറയുന്ന ഇപ്രകാരമാണ്: ഒരു ശ്രേഷ്ഠ ജനം, അല്ലേ, ഒരു ജ്ഞാനവും വിവേകവുമുള്ളതായ ജനം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ജനം, അല്ലേ, കാര്യങ്ങളെ വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ജനം, യഹോവ ഭക്തിയുള്ളതായൊരു ജനം. ഇനി ഇതിലൂടെയൊക്കെ ആ ജനം എന്തു ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്? ചെതറിപ്പോയതായ സകല ജനത്തെയും ദൈവത്തിലേക്ക് ഇവരാകർഷിക്കണം. ശ്രേഷ്ഠ ജനമായി ഇരുന്നു കൊണ്ട് ദൈവത്തിലേക്ക് സകലരെയും ആകർഷിക്കണം. അതായത് അവർ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ഇവരുടെ ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. അത് ദൈവം അന്നേ പറഞ്ഞതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അന്യ രാജ്യക്കാരെ അവരുടെ മതത്തിലൂടെ ചേർക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമായിരുന്നു. അതാണ് അവരിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ദൗത്യം. പലരെയും ദൈവത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ദൈവം അവരിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പലരെയും ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതിന് പകരം അവരാഗ്രഹിച്ചത് അവർക്കൊരു ആകർഷണമുള്ള രാജാവിനെ വേണം. ഇനി ആ രാജാവിലേക്ക് ആകർഷിക്കുവാനാണ്. അങ്ങനെയാണ് ജനം ദൈവത്തിൽ നിന്ന് മാറിപ്പോയത്. അതിൻ്റെ പരിണത ഫലമാണ് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ജാതികൾക്കൊരു വെളിച്ചം എന്ന് പറയുമ്പോൾ വീണ്ടും ദൈവം അത് തന്നെ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അനേകരെ ക്രിസ്തു തൻ്റെ പിതാവിന് വേണ്ടി നേടുവാൻ വേണ്ടിയാണ്, അല്ലേ? അനേകരെ പിതാവിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ്, അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ ഈ ഇസ്രായേൽ രാഷ്ട്രം ദൈവം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഉണ്ടായതായ ആ പരമലക്ഷ്യം അതുതന്നെയാണ് ഇന്നത്തെ സഭ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സഭകളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ദൈവം എന്തിനാണ് സഭയെ നിയമിച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഇന്ന് ഒരുപാട് ക്രിസ്തീയ ദേവാലയങ്ങളുണ്ട്. പക്ഷെ ആ ദേവാലയങ്ങളൊക്കെയും ഒരു ചടങ്ങ് പോലെ, ഒരു സംഘടിതമായി നിലനിൽക്കുന്ന കൂട്ടം പോലെ മാത്രം നിൽക്കുകയാണ്. അത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയതുപോലെ വംശത്തിൻ്റെയും ജാതീയതയുടെയും അതുപോലെ തന്നെ ദേശക്കാരുടെയും ഭാഷക്കാരുടെയും ഒക്കെയും രാജ്യക്കാരുടെയും ഒക്കെയും സംഘടിതമായ ഒരു സഭകളായിട്ട് എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ലോകത്തിൽ രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും അധികാരിയായി, രാജാവായി, തലവനായി ഒരാൾ ഇരിക്കുന്ന ഒരു സഭ, ഒരു ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ, ഒരു കൂട്ടം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി പല സഭകളും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പഠിപ്പിക്കുന്നത്? സഭകളുടെ ദൗത്യം. എന്താണ് സഭയുടെ ദൗത്യം? നമുക്കറിയാം, വെളിപ്പാട് പ്രവചന പുസ്തകം 14 അധ്യായത്തിൻ്റെ 6 മുതലുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കുന്നൊരു കാര്യം,
ആ സഭയ്ക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയോടും ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായി. അപ്പൊ സഭയെ ദൈവം രൂപീകരിച്ചതിൻ്റെ പ്രധാനപ്പെട്ടതായ കാരണം എന്ന് പറയുന്നത് എന്താണ്? നിത്യമായിട്ടുള്ള ആ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അത് സംഘടിതമായിട്ട് നിൽക്കുന്ന ജാതികളോട്, സംഘടിതമായിട്ട് നിൽക്കുന്ന ഭാഷക്കാരോട്, സംഘടിതമായിട്ട് നിൽക്കുന്നതായ രാജ്യക്കാരോട്, സംഘടിതമായിട്ട് നിൽക്കുന്നതായ ദേശക്കാരോട്, വംശക്കാരോട് ഒക്കെയും അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സഭയ്ക്കുള്ള വലിയ ദൗത്യമാണ് ഈ പറയപ്പെടുന്നതായ വെറും സംഘടനകളായി മാത്രം നിൽക്കുന്നതായ ഇവരെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ സുവിശേഷം അറിയിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ക്രിസ്തുവിലേക്ക് അവരെ ആകർഷിച്ച് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സഭയുടെ വലിയ ദൗത്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഇസ്രായേൽ രാഷ്ട്രത്തെ രൂപീകരിച്ചതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. അതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇന്ന് സഭയും സ്ഥാപിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സഭയൊക്കെ വെറും സംഘടനകൾ മാത്രമാണ്. ഭാഷക്കാരുടെയും വംശക്കാരുടെയും ജാതികളുടെയും ഒക്കെ എങ്ങനെ നമുക്ക് പറയാം, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വെറും സംഘടനകളായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സഭയിൽ ഉണ്ടാകേണ്ടത് എല്ലാവരും ഒരുമിച്ചാണ്. ഭാഷക്കാരും അത് ദേശക്കാരും വംശക്കാരും ഒക്കെയും അങ്ങനെ ഒരുമിച്ചാണ് ഉണ്ടാകേണ്ടത്. അവരൊരുമിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു? അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു നിത്യമായ സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യമാണ് സഭയിലെ ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ളതാണ്. വീണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പത്രോസ് ലേഖനം എഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ് നിങ്ങൾ. രാജകീയ പുരോഹിത വർഗമാണ്. അതാണ് ദൈവത്തിൻ്റെ ജനം എന്ന് ദൈവം എന്ത് ചെയ്യുന്നു? കൃത്യമായി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്നതായ, ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതായ യഥാർത്ഥ സത്യ ആരാധനകൾ നടത്തുന്നതായ വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം, ഈ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരാണ്. അപ്പോൾ സുവിശേഷം അറിയിക്കുന്നവരാണ്, സൃഷ്ടാവിനെ ആരാധിക്കുന്നവരാണ്, അല്ലേ? സകല ജാതിയോടും ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും സുവിശേഷം അറിയിച്ച് ദൈവത്തിലേക്ക് അവരെ ആകർഷിക്കുന്നവരാണ്. പിന്നെ പറയുന്നതാണ്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവരാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അവസാനമായി സ്ഥാപിക്കുവാൻ പോകുന്നതായ, മനുഷ്യൻ്റെ പരാജയത്തിനുള്ളതായ പരിഹാരമായി ദൈവം നിർമ്മിക്കുന്നതായ ആ വലിയ രാഷ്ട്രത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ സ്ഥാനമുള്ളവർ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതാണ്. അത് സഭയ്ക്ക് മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നത്. ആ സഭയ്ക്ക് രാഷ്ട്രവുമായി യാതൊരു വിധത്തിലെയും ബന്ധമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നു. രാഷ്ട്രത്തിന് അടിയറവ് പറഞ്ഞ, രാഷ്ട്ര നിയമങ്ങൾക്ക് നിയന്ത്രിതരായ ഒരു സഭയല്ല എന്നുള്ളതാണ്. വ്യക്തമായി പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, ഒരു രാഷ്ട്രത്തിൻ്റെയും അവധി ദിവസം നോക്കി ആരാധിക്കുന്ന സമൂഹമല്ല. ദൈവം സ്ഥാപിക്കുന്ന രാഷ്ട്രത്തിൻ്റെ അവധി ദിവസം, അല്ലെങ്കിൽ ദൈവം സ്ഥാപിക്കുന്ന രാഷ്ട്രത്തിൻ്റെ ആരാധന ദിവസം നോക്കി ആരാധിക്കുന്നവരാണ്. അത് പരദേശികളായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നവരാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകളാണ്. അത് പ്രവചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ചില സൂചനകൾ. രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുള്ളതായ സൂചന. അതായത് രാഷ്ട്ര അധികാരികൾ എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യരാണ്. അവർ ബലഹീനരാണ്, അവർ വീഴ്ച സംഭവിക്കാൻ സാധ്യത ഉള്ളവരാണ്, എത്ര ആദർശങ്ങൾ പറഞ്ഞാലും വീണു പോകാൻ സാധ്യത ഉള്ളവരാണ്. അവരുടെ ഭരണത്തിന് ഒരു പരിമിതിയുണ്ട്, അല്ലേ? അവരുടെ ന്യായത്തിന് ഒരുപാട്, അല്ലെങ്കിൽ അവരുടെ ന്യായപാലനത്തിന് ഒരുപാട് അനീതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നീതിയേ ഉള്ളൂ, പൂർണ്ണതയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് സഭയ്ക്കും രാഷ്ട്രത്തിനും ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറയാം,
സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും അധികാരി ഒന്നാവാൻ പാടില്ല. കാരണം സഭയുടെ അധികാരി എപ്പോഴും സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ നിയമം പാലിക്കുന്നവർ, അനുസരിക്കുന്നവരാണ് ദൈവ മക്കളായി, ദൈവത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ അവകാശികളായി ഇരിക്കുവാൻ യോഗ്യർ എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ, ആ സൂചനയാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയാം, അവരുടെ വീഴ്ചകളെ, കോട്ടങ്ങളെ ഒക്കെയും കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആരും അതിൻ്റെ ഭാഗമാക്കാകരുത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞായറാഴ്ച നിയമം വരുമ്പോൾ അതിൽ, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്ര ഉണ്ടാകുമ്പോൾ അതിൽ പെട്ടുപോകുന്നവരായാൽ, അല്ലെങ്കിൽ അതിൽ വശമതരായി പോകുന്നവരാകരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മൾ ഇന്ന് പഠിച്ച പാഠം നമുക്ക് നൽകുന്ന സൂചന, രാഷ്ട്രവും സഭയും തമ്മിൽ ഒന്നിച്ചു പോകാൻ സാധിക്കത്തില്ല. കാരണം രാഷ്ട്രാധികാരികൾ മനുഷ്യരാണ്. സഭയുടെ അധികാരി, സഭയുടെ രാജാവ്, സഭയുടെ മേലധ്യക്ഷൻ ദൈവം ആണ്. അവരുടെ നിയമങ്ങൾ വേദപുസ്തകമാണ്. അവരിലുള്ളതായ ന്യായവിധി ദൈവം നേരിട്ടാണ് നടത്തുന്നത്. അത് നീതിയോടുള്ള ന്യായവിധിയാണ്. എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ, അപ്രകാരം ഈ സൂചനകളെ ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പാഠപഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും വാത്സല്യമേ സ്നേഹിക്കുന്നു നല്ല കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാഠത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ഇന്ന് കർത്താവെ, രാഷ്ട്രങ്ങൾ ഭാഗം ഒന്നെന്നുള്ള പാഠം പഠിച്ചപ്പോൾ അടിയങ്ങൾക്ക് ആദ്യമായി മനസ്സിലായത്, രാഷ്ട്രത്തിൻ്റെ തലവനും സഭയുടെ തലവനും രണ്ടും രണ്ടാണ്. സഭയുടെ തലവൻ സകലതും സൃഷ്ടിച്ച ദൈവമാണ്. രാഷ്ട്രത്തിൻ്റെ തലവൻ കേവലം അങ്ങ് സൃഷ്ടിച്ചതായ മനുഷ്യരാണ്. മനുഷ്യരുടെ വാഴ്ച അപൂർണമാണ്. മനുഷ്യരുടെ ഈ ലോകത്തിലെ ന്യായവിധി, അനീതി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അധികാരം പൂർണ്ണമാണ്, നീതിയാണ്, സത്യമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുന്നവരായി തീരുവാൻ, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും ഉള്ളവരായി തീരുവാൻ, സകല ജാതിയെയും അങ്ങിലേക്ക് ആകർഷിക്കുന്ന സുവിശേഷകരായി തീരുവാൻ, സത്യ ആരാധന നടത്തുന്നവരായി തീരുവാൻ, ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി തീരുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയോടൊന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണേ. ചോദിച്ചാൽ അധികം നമ്മ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ചത്തെ പാഠവുമായി നമുക്കൊരു പക്ഷേ കണ്ടുമുട്ടാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.